പല ജാതി ഗർഭവും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കിയ പോലത്തെ ഒരു ഗർഭം എൻ്റെ ഈ കണ്ണ് മുളച്ചതിന് ശേഷം അല്ലെങ്കിൽ ചെവി ഉണ്ടായതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയും കാണുകയും ചെയ്യും. എന്തൊരു ഗർഭമാണത്. ഇപ്പോൾ അവൾ കേസ് കൊടുത്ത് അതിജീവിത അവളെ പറഞ്ഞ് പറ്റിച്ചാണ് പാവം, ഒന്നും അറിയാത്തൊരു പാവം പെൺകുട്ടിനെ ഇയാൾ ചതിച്ച് വഞ്ചിച്ച് ഗർഭിണിയാക്കി ഗർഭം അലസിപ്പിച്ച് എന്തൊക്കെയാണ് പുകയിൽ കേസ് DGP മുഖ്യമന്ത്രിയൊക്കെയാണ് ഡീൽ ചെയ്യണം. ഇപ്പം അതാ അവളുടെ ഭർത്താവ് കേസ് കൊടുത്തേക്ക് ഇവനെ നാണം കെടുത്തിയെന്ന്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ അമ്മ അച്ഛനൊക്കെ ഉള്ള വീട്ടിൽ ഒറ്റ മോനാണ്. അവിടേക്ക് പോകുമ്പോൾ ഇവൾ വീട്ടിൽ ഫ്രീ ആണ്. ആ നേരത്താണ് ഇവൻ കയറി ഇടപെട്ടത്. ഞങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവൾ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ അവന് ഈ പ്രശ്നം സോൾവ് ചെയ്യാനല്ല ശ്രമിച്ചത്, എൻ്റെ ഭാര്യനെ ആശ്വസിപ്പിക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര റിലേഷനായി. ഇപ്പം ഞാനൊരു പുരുഷനാണോ ഷണ്ടനാണോ എന്നൊക്കെ ജനങ്ങളെ സംശയിക്കാൻ തുടങ്ങി. അതുകൊണ്ട് മുഖ്യമന്ത്രിയും DGP എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് പുതിയ കേസ് പുതിയ വഴിത്തിരിവിൽ. സത്യത്തിൽ എന്താ ഇവിടെ സംഭവം? ഇത് വല്ലാത്തൊരു ഗർഭമായി പോലെ അത് അലസിപ്പിച്ച് പല ഇല്ലീഗലായിട്ടൊക്കെ ഉണ്ടാക്കിയാൽ മിക്കതും അങ്ങനെ അബോർട്ട് ചെയ്യലൊക്കെ. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഈ പുതിയ കേസ് കുത്തിപ്പോക്കണം. അതും മുഖ്യമന്ത്രിൻ്റെ അടുത്താണല്ലോ ഈ അത് കേസൊക്കെ എത്തണത്. അതേപോലെ DGPൻ്റെ അടുത്തും അവിടെ അതിന് പ്രത്യേക ഒരു സെല്ലൊക്കെ തുടങ്ങേണ്ടി വരും. അപ്പോൾ എന്താ സംഭവം എന്നറിയാം, ഇവിടെ വേറെ എന്തോ സംഭവം പുകഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ശ്രദ്ധ മാറ്റണം. എനിക്ക് തോന്നണത് അതാണ്. അല്ലാണ്ട് ഇപ്പോൾ ഒരു കേസ് നിലവിലുണ്ട്, അയാൾ ജാമ്യത്തിലാണ്. ഇനിയിപ്പോൾ ജാമ്യം നിഷേധിക്കേണ്ട എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ കോടതി ജാമ്യം നിഷേധിക്കും, അല്ലെങ്കിൽ കോടതി വിചാരണ ചെയ്ത് ശിക്ഷിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കും. ഇത് പെണ്ണിൻ്റെ ഭർത്താവ് കേസ് കൊടുക്കണ ആദ്യമായിട്ട് കേൾക്കാനില്ല. ശരിക്കും ആരുടെ പേരിലാണ് കേസ് കൊടുക്കേണ്ടത്? സ്വന്തം ഭാര്യൻ്റെ പേരിൽ കൊടുക്കാം, വഞ്ചിച്ചെന്ന് പറഞ്ഞ്. വേണമെങ്കിൽ ഡൈവേഴ്സിന് കൊടുക്കാം. അല്ലാണ്ട് പുരുഷൻ്റെ ഒപ്പം പോയി എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ പേരിൽ കേസ് കൊടുക്കണേ. ആണുങ്ങൾ അങ്ങനെ തന്നെയാണ്. പെണ്ണുള്ളടത്ത് വാണിഭം ഉണ്ടാവുന്ന പണ്ട് ഒരു നേതാവ് പറഞ്ഞില്ലേ. ആണുങ്ങളുടെ സ്വഭാവം അതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്യൂൺ ചെയ്ത് ചിലപ്പോൾ ശരിയാവും, ഇപ്പോൾ കൊണ്ടുപോകും, ചിലപ്പോൾ ഗർഭം ഉണ്ടാവും, അത് അലസിപ്പിക്കും. അതൊക്കെ ഈ കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടം കണ്ടുപിടിച്ച സൂത്രമൊന്നുമല്ല. അതൊക്കെ ലോകം ഉണ്ടായ കാലം മുതലുണ്ട്. പക്ഷെ ഇപ്പം കുറ്റം മുഴുവൻ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ പേരിൽ. എന്തൊരു പാവം മാൻപേട, കുടുങ്ങിപ്പോയ അയാൾ. ഇത് വേറെന്തോ എന്തിൻ്റെയോ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കേസ് നിലവിലുള്ളപ്പോൾ പിന്നെ പെണ്ണിൻ്റെ ഭർത്താവിന് എന്തോ വോയിസാണ്. ഗർഭം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ബലാത്സംഗം ഒരിക്കലും അതിൽ പറഞ്ഞിട്ടില്ല. ക്രൂരമായി റേപ്പ് ചെയ്ത് ഒരു പ്രാവശ്യമല്ല പറ്റുള്ളൊരു പെണ്ണിനെ ഇത് പലവട്ടം പല സ്ഥലത്ത് വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചെന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ നിയമ സംവിധാനങ്ങൾ. അതെന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ ഏതായാലും ഈ കേസ് TV തുറക്കാൻ വയ്യ. രാഹുൽ മാൻകൂട്ടം വീണ്ടും ബലിയാടാക്കപ്പെടുകയാണ്. അതെന്തിൻ്റെ എന്താ പറയുക, ഏതൊരു വലിയ ബോംബ് പൊട്ടാൻ പോകുമ്പോൾ അതിനൊന്ന് മറച്ച് പിടിക്കുകയാണെന്ന് എനിക്ക് നല്ലൊരു സംശയമുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഇവിടെ.